പുഷ്പവാടി എന്ന അതിമനോഹരമാകുന്ന ഗ്രാമത്തിലെ അരവിന്ദിന്റെയും ശാരദയുടെയും മക്കളായ ഗംഗയുടെയും കാവേരിയുടെയും യമുനയുടെയും നിളയുടെയും കഥയാണ് ഇന്നു മുതൽ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത്. ഈ കഥയിലെ നായിക മറ്റാരുമല്ല, കാവേരിയാണ്. ഈ കാവേരിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ നാട്ടുകാർ പറയുന്നത് അവൾ മരം കയറിയാണ് എന്നാണ്. യഥാർത്ഥത്തിൽ ആദ്യ എപ്പിസോഡിൽ തന്നെ പ്രേക്ഷകർ അത് മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. പല പുരുഷന്മാരും ആ നാട്ടിൽ നടക്കുന്ന വഴുക്കൽ മരത്തിന്റെ മുകളിൽ കയറുവാൻ ശ്രമിച്ചിട്ടും നടക്കാതെ വന്നപ്പോൾ അച്ഛൻ ഗൾഫിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ കടയിലേക്ക് സാധനം മേടിക്കുവാൻ പോയ കാവേരി ആ അനൗൺസ്മെന്റ് കേൾക്കുകയും എന്നാൽ ഒരു കൈ നോക്കിയേക്കാം എന്ന് വെക്കുകയും ചെയ്യുകയാണ്. അതിന് വേറൊരു കാരണമുണ്ട് കേട്ടോ. താൻ കടയിൽ പോയപ്പോൾ തേങ്ങയുടെ വില ഇരട്ടിയായിട്ട് വിൽക്കുന്നത് കണ്ടത് കാവേരി ചോദ്യം ചെയ്യുകയാണ്. കാവേരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ നാട്ടിൽ നടക്കുന്ന അല്ലെങ്കിൽ തനിക്ക് ഉൾക്കൊള്ളുവാൻ കഴിയാത്ത എന്തിനേയും താൻ ചോദ്യം ചെയ്യുകയും ഭക്ഷ്യവസ്തുക്കളാണെങ്കിൽ അഴുകിയതോ അല്ലെങ്കിൽ പോയതോ ആയത് കടയിൽ ചെന്ന് ചോദ്യം ചെയ്യുകയും അത് എടുത്ത് കളയുകയും ചെയ്യുന്ന ഒരു പ്രവണത ഈ കാവേരിക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ കാവേരി കടയിലേക്ക് വരുമ്പോൾ ആ കടയുടമ തന്നെ ഫുഡ് ഇൻസ്പെക്ടർ വന്നുവല്ലോ എന്ന് ചോദിച്ച് ഒന്ന് പതർന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ കടക്കാരനുമായിട്ടൊരു പന്തായം വെക്കുകയും അങ്ങനെ കാവേരി ആ വഴുക്കൽ മരത്തിന്റെ മുകളിൽ കയറുവാനും തീരുമാനിക്കുന്നു. അപ്പോൾ പുരുഷന്മാരെല്ലാം തോറ്റുപോയി. ഈ സമയത്താണ് പെൺകുട്ടിയായ ഈ കാവേരി അങ്ങോട്ട് ചെല്ലുകയും ഞാൻ കയറുവാൻ തയ്യാറാണ് എന്ന് പറയുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് ആ നാട്ടുകാരെല്ലാം കൂവി വിളിച്ച് കളിയാക്കുകയും ഇവിടെ പുരുഷന്മാർക്ക് പോലും കയറുവാൻ കഴിയാത്തടത്താണോ ഒരു പെൺകുട്ടി കയറുവാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, എന്തുകൊണ്ട് പുരുഷന്മാർ ചെയ്യുന്നത് സ്ത്രീകൾക്ക് ചെയ്തുകൂടാ എന്ന് ചോദിച്ച് ആ വഴുക്കൽ മരത്തിന്റെ മുകളിലേക്ക് കയറുകയാണ്. ആദ്യം ഒന്ന് പതറിയെങ്കിലും കുട്ടിക്കാലത്തെ പഴയ ഓർമ്മകൾ, കളിച്ചു നടന്ന ആ ഓർമ്മകൾ, വഴുക്കൽ മരത്തിന്റെ മുകളിൽ കയറുന്ന ആ കാഴ്ചകളൊക്കെ അല്ലെങ്കിൽ ആ ഓർമ്മകളൊക്കെ അയവിറക്കി കൊണ്ട് കാവേരി ആ വഴുക്കൽ മരത്തിന്റെ മുകളിലേക്ക് കയറുവാൻ തുടങ്ങി. ഒടുവിൽ തന്റെ ശ്രമത്തിന്റെ ഫലമായി ആ വഴുക്കൽ മരത്തിന്റെ മുകളിലെത്തുകയും ഇത് കണ്ടു നിൽക്കുന്ന ആ പുരുഷന്മാരും ആ സ്ത്രീകളുമെല്ലാം കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുകയാണ്. ഈ സമയത്ത് നിള എന്ന തന്റെ ഇളയ സഹോദരി കാവേരിക്ക് ഇടവും വലവും നിൽക്കുന്ന കാവേരി എവിടെ പോയാലും വഴക്കുണ്ടാക്കുമെന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെ തന്റെ അമ്മയായ ശാരദ എപ്പോഴും കാവേരിക്കൊപ്പം നിളയെ പറഞ്ഞു വിടാറുണ്ട്. എന്നാൽ ഇന്നും അല്പം താമസിച്ചുകൊണ്ടായിരിക്കാം കാവേരി ആ മരത്തിന്റെ മുകളിൽ എത്തി. ഒടുവിൽ ഈ നിള കണ്ട കാഴ്ച ഓടിച്ചെന്ന് തന്റെ അമ്മയോട് പറയുകയും അമ്മ ഓടി വന്ന് ചൂലുമായി ഓടി വരുമ്പോൾ കണ്ട കാഴ്ച ആരവങ്ങൾക്കിടയിൽ കാവേരി ആ മരത്തിന്റെ മുകളിൽ നിൽക്കുന്ന കാഴ്ചയാണ്. നിരുത്സാഹപ്പെടുത്തുന്നില്ല. മോളുടെ ആ പ്രവൃത്തിയിൽ അല്പം സന്തോഷം തോന്നി അവിടെ നിൽക്കുകയാണ്. ഈ സമയത്താണ് മുകളിലെത്തിയ കാവേരി ആഘോഷപൂർവ്വം ആ കൊടിമരത്തിൽ തൊടുകയും ഈ സമയത്ത് തൊട്ടു താഴെ ഗൾഫിൽ നിന്ന് എത്തിയ തന്റെ അച്ഛൻ തന്റെ പ്രവൃത്തിയിൽ ആഹ്ലാദിക്കുകയും അതുപോലെ പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്ന കണ്ട നിള താഴേക്ക് ഊർന്നിറങ്ങുന്ന ഒരു കാഴ്ചയും ഇന്നത്തെ എപ്പിസോഡിലുണ്ട്. മറ്റൊരു കാര്യം, ഈ കഥയിലെ നായകൻ നിവിൻ എന്ന ഫോട്ടോഗ്രാഫറാണ്. തന്റെ ആദ്യ കാഴ്ചയിൽ തന്നെ തന്റെ മനസ്സിന്റെ കോണിലേക്ക് ആ കാവേരി എന്ന കരുത്തുറ്റ പെൺപുലിയുടെ മുഖം പതിപ്പിക്കുകയും അങ്ങനെ അവളെ സ്വന്തമാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു മനോഹരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണുന്നത്. എന്തായാലും ഇത്ര ഭാഗമാണ് ഇന്നത്തെ എപ്പിസോഡിൽ. വീണ്ടും നാളത്തെ വിശേഷങ്ങളിൽ എല്ലാവരെയും നമുക്ക് പരിചയപ്പെടാം. വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.